നമസ്കാരം. വലിയൊരു ദൗത്യത്തിലാണ് കേരളം. ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കർണാടകയിലെ ഷിരൂരിലേക്ക്. അവിടെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അർജുൻ ലോറി ഡ്രൈവറാണ്, മണ്ണിനടിയിൽ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ഷിരൂരിൽ നിന്ന് സന്തോഷ വാർത്ത എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കേരളം മുഴുവനായി. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ന്യൂസ് 18 സംഘം അവിടെയുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. അർജുനെ കാത്ത് കേരളം. ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. റഡാറിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുന്നു. ഷിരൂരിലെ അപകട സ്ഥലത്ത് നിന്ന് ന്യൂസ് 18 സംഘം തത്സമയം. ലോറിയെ കണ്ടെത്തിയ ലൊക്കേഷൻ കണ്ടെത്തിയ കാര്യവും ന്യൂസ് 18 പുറത്തുവിടുന്നത്. കന്നഡ ന്യൂസ് 18 ക്യാമറമാൻ കൂടിയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ. പ്രതീക്ഷ കൈവിടാതെ അർജുന്റെ കുടുംബം. ജീവനോട് തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നിപ വൈറസ് ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപയെന്ന് സംശയം. കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചു. നിപ പരിശോധനാ ഫലം രാത്രിയോടെ എത്തും. ആരോഗ്യനില ഗുരുതരമെന്നും ഡോക്ടർമാർ. കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. മരിച്ചത് കൊടുവള്ളി സ്വദേശി ഫാത്തിമ ബത്തുൽ. വടകരയിൽ 23 വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം. സ്കൂളിലെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചു. കുവൈത്തിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. മരിച്ചത് ആലപ്പുഴ നീരേറ്റുപുറം സ്വദേശി മാത്യൂസും കുടുംബവും. ദുരന്തം നാട്ടിൽ നിന്ന് തിരികെ എത്തി പിറ്റേ ദിവസം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. മോഡലിംഗിന്റെ മറവിൽ നടക്കുന്നത് പീഡനം. ദുരനുഭവം വെളിപ്പെടുത്തി കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി. ഫോട്ടോഷൂട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗേൾസിനെ അധികം യൂസ് ചെയ്യുന്നത്. ദേഹത്ത് പെർമിഷൻ ഇല്ലാതെ തൊടുകയും നമ്മൾ ഡ്രസ്സ് മാറ്റുമ്പോൾ അവിടെ വന്ന് നിൽക്കുകയും ഇങ്ങനെയൊക്കെയാണ് ബിലാൽ ചെയ്യുന്നത്. എനിക്കും 1-2 തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല ചിത്രങ്ങൾ പകർത്തുന്നത് പതിവെന്നും പെൺകുട്ടി. പരാതി കൊച്ചിയിലെ തജാസ് കമ്പനിക്കെതിരെ. വിവാദങ്ങൾക്കിടെ നീറ്റ് UG പരീക്ഷ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മാർക്ക് ലിസ്റ്റുകൾ NTA വെബ്സൈറ്റിൽ ലഭ്യം. നടപടി സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ. CPM-ന്റെ അടിത്തറയിൽ ചോർച്ച സംഭവിച്ചുവെന്ന് MV ഗോവിന്ദൻ. ഇത് BJPക്ക് അനുകൂലമായി മാറി. കോൺഗ്രസ് ചെലവിലാണ് തൃശൂരിലെ BJPയുടെ ജയമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും പിണ്ടിയിട്ടില്ല. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുന്നു നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. ആരും വന്നില്ല താനും. സോളാർ വിവാദ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് പാർട്ടി വേണ്ട പിന്തുണ നൽകിയില്ലെന്ന് മറിയാമ്മ ഉമ്മൻ. വിമർശനം മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കെ പാർട്ടി ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നിരുന്നുവെന്ന് VD സതീശന്റെ മറുപടി. പകൽ വാർത്തയിലേക്ക് വിശദമായി. മണ്ണിനടിയിലെ ദൗത്യം അത് തുടരുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഊർജിതമായി തുടരുന്നു. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു. ഇന്ന് രാവിലെ 6:00 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നേവി എന്നിവരുടെ സംയുക്ത തെരച്ചിൽ പുനരാരംഭിച്ചത്. അർജുനടക്കം 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. Work is still going on. There is a missing complaint of both a person as well as the lorry. So adu 3 people missing idare. Adaralli in that 1 person is this. So we are doing the rescue operation. Don't blame that they are not working. They are working by 24/7. Night also we came out to work because
siding, we cannot say that, Papa, how it will come and all this. This is a mistake. What we have during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when the blasting happens, no, it leaves one connectivity of the mud, no, it slowly opens. And when the water pours inside, no, it will crack in between and it will collapse. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, വലിയ പ്രതീക്ഷയിൽ, വലിയ ആകാംക്ഷയിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുന്റെ മടങ്ങിവരവിനായി. വേഗത്തിലാക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം എന്താണ്? ആ റഡാറിൽ ലൊക്കേഷൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ആ ഇടത്ത് മണ്ണ് മാന്തി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയില്ലേ? തീർച്ചയായും എൽദോ, ഇപ്പോൾ അർജുനായുള്ള ഈ തിരച്ചിൽ 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ റഡാർ കൃത്യമായി ഈ ലോറിയുടെ സമാനമായ ഒരു വസ്തു കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത്. മറ്റ് പല ഇടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന JCB എല്ലാം ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ ഈ സ്ഥലത്ത്, ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് നമ്മൾ ഈ പ്രദേശത്ത് നിന്നും തിരിച്ച് മടങ്ങിയത്. എല്ലാവരെയും, ഈ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പോൾ പുറത്തേക്ക് വീണ്ടും ഇപ്പോൾ ഈ അങ്കോള ഭാഗത്തേക്ക് മാറ്റിയിരിക്കും. നമ്മൾ ആദ്യം രാവിലെ ഉണ്ടായിരുന്ന പ്രദേശത്ത് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ മാത്രം, അതായത് 3-4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലം. എന്തായാലും അപകട സ്ഥലത്ത് നേരിട്ട് എത്തിയപ്പോഴാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അത്രത്തോളം വലിയ മണ്ണിടിച്ചൽ, 1 കിലോമീറ്ററോളം നീളത്തിൽ മല അപ്പാടെ റോഡിലേക്ക് പതിച്ച സാഹചര്യം. ഒപ്പം ഈ പുഴയിലേക്കും, ആ പുഴയിലും അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ മണ്ണ് ഇത്തരത്തിൽ കുന്നുകൂടി കിടക്കുന്ന ഒരവസ്ഥ. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത, പൂനെയിൽ നിന്നും മംഗളൂരുവിലേക്കുള്ള ദേശീയപാതയിലാണ് ഈ അപകടം സംഭവിച്ചതാണ് ഏറ്റവും വലിയ ഇത്തരത്തിൽ ആശങ്ക ഉയർത്തുന്ന കാര്യം. കാരണം ഈ പ്രദേശങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇത്. പക്ഷേ ഈ ലോറി താവളമാണ് ഇത്. പുഴയരികിലുള്ള ഒരു സ്ഥലം, വളരെ മനോഹരമായ ഒരു സ്ഥലം. ഇവിടെ പലപ്പോഴും ലോറിക്കാർ ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകടയും സമീപത്തുണ്ടായിരുന്ന വീടും ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായും തകർന്നു. ആ തട്ടുകടയിലുണ്ടായിരുന്ന 7 പേരാണ് മരണപ്പെട്ടവർ. കൂടുതൽ പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കായും നേവിയുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ അർജുൻ മാത്രമല്ല, മറ്റ് വാഹനങ്ങളും 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റഡാർ മറ്റ് കൂടുതൽ ഇടങ്ങളിലേക്ക് റഡാർ ഇതിന്റെ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ലോറിന് സമാനമായ വസ്തു കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ള ഈ റഡാർ സിഗ്നലിൽ ലൊക്കേഷനിൽ കണ്ടെത്തിയ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതരുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള ഊർജിതമായ ഈ രക്ഷാപ്രവർത്തനം നടന്നു എന്ന് വേണം പറയാൻ. നമ്മൾ നേരിട്ട് കണ്ട സ്ഥിതിക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെയൊക്കെ 2-3 JCB മാത്രം ഉപയോഗിച്ച് നേരിയ തോതിൽ മണ്ണ് മാറ്റുകയും അത് ഒറ്റപ്പെട്ട ലോറികളിൽ കയറ്റി ദൂരെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഇന്ന് വളരെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ കളക്ടർ നേരിട്ട് ആ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇവിടുത്തെ കാർവാർ MLA-യുടെ നേരത്തെ ബൈറ്റാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഇടപെട്ടാണ് മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ എത്താനുള്ള ഈ വഴിയൊരുക്കിയത്. അദ്ദേഹം പോലീസിന്റെ വിലക്ക് മറികടന്ന് നമ്മളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ആദ്യ ദൃശ്യം, ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആദ്യ ദൃശ്യം ന്യൂസ് 18 പുറത്ത് വിട്ടത്. ന്യൂസ് 18-ലൂടെയാണ് ആ ദൃശ്യം പുറത്ത് കാണുന്നതും ഈ കുടുംബം ഉൾപ്പെടെയുള്ളവർ കാണുന്നതും. ഇതൊരു വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് പുറത്തുവന്നത്. ഇനി അർജുൻ ജീവനോടെ ഉണ്ടോ, അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. അതിനുള്ള വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്, കടന്നു പോകുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നിലവിൽ മഴ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യം തന്നെ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അതൊരു തടസ്സമല്ല. അത്തരത്തിൽ ചെളിയൊക്കെ ഈ റോഡിൽ അത്രത്തോളം ചെളിയും കല്ലും ഒക്കെ ഈ റോഡിൽ അത് കിടക്കുന്നുണ്ട്. എന്തായാലും ഈ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇനിയും 3-4 ദിവസം വേണ്ടി വരും. അത്തരത്തിൽ ഈ മല വീണ്ടും
ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം പോലും അവിടെ നിന്ന് നടക്കുന്നതെന്ന് വേണം നമ്മൾ നേരിട്ട് കണ്ട ആളെന്ന നിലയിൽ പറയാൻ. നമ്മൾ പോലും അപകടകരമായ സാഹചര്യത്തിലായിരുന്നു അവിടെ ദൃശ്യം പകർത്താനെത്തിയത്. അത്തരത്തിൽ മുകളിൽ നിന്നും വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് ബലമായി നമ്മളെ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. കാരണം ഒരു അപകടം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള ഒരു ആളുകളുള്ള ഒരു സ്ഥലമായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് മാറ്റി. എന്തായാലും ഈ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കണം. ഒപ്പം നമ്മുടെ ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെട്ട, ഒപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJPയുടെ സുരേഷ് ഗോപി മന്ത്രി ഉൾപ്പെടെയുള്ള അവരുടെ ഇടപെടൽ, ഇത് ഈ കാര്യത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇത്രത്തോളം ഇന്ന് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ ഒക്കെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ്. നമുക്കറിയാം, ഈ അർജുനെ കൂടാതെ 3 പേർ കൂടി ഈ മണ്ണിനടിയിലായി ഉണ്ട്. ഒരാൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് പോകുന്നത് കണ്ടവരുണ്ട്. ഇവരെ കുറിച്ചൊന്നും വിവരമില്ല. ആ അന്വേഷണം കൂടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും ആശ്വാസകരം. അത് ഇവിടുത്തെ കർണാടക ഈ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്നുണ്ട്. എന്തായാലും നേവിയുടെ ഒരു സംഘം പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് പോയത് കണ്ടവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ 2 3 മറ്റു വാഹനങ്ങൾ കൂടി ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, അതും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഊർജിതമായ തെരച്ചിൽ ഇന്ന് നടത്തുന്നുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഒരു ആശ്വാസ വാക്ക്, പ്രതീക്ഷയുടെ വാക്ക് ഉടൻ ലഭിക്കുമെന്ന ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളത്. നമ്മളും അതിനായാണ് കാത്തിരിക്കുന്നത്. ഇന്നലെ മുതൽ 300 കിലോമീറ്ററോളം ദൂരമുള്ള ഈ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ അത്തരത്തിലൊരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇവിടെ ദേശീയപാത പലയിടങ്ങളിലും ഗതാഗതം നിരോധിച്ച ഒരു സാഹചര്യമായിരുന്നു. നിരവധി വാഹനങ്ങൾ, ഇത് ഗോവ ഭാഗമാണ്, ഇതിന് തൊട്ടപ്പുറത്ത് മംഗളൂരിൽ നിന്ന് വരുന്ന ഭാഗം, 2 ഭാഗത്തും അപ്പുറവും ഇപ്പുറവും പോകേണ്ട നിരവധി വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അവർ ഈ റോഡ് ക്ലിയർ ചെയ്തതിനു ശേഷം, ഗതാഗതം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഇവർക്ക് ഇതുവഴി യാത്ര തുടരാൻ പറ്റൂ. അതിനായുള്ള കാത്തിരിപ്പാണ്. ഒരു 3 4 ദിവസം എന്തായാലും ആ റോഡ് ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ വേണ്ടിവരും. മാത്രമല്ല, ഈ അർജുൻ്റേത് ഉൾപ്പെടെയുള്ള അവരുടെ കാര്യങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഗതാഗതം ഇതിലെ കൂടി ഉണ്ടാകൂ. ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. ചെറുവണ്ടികൾക്ക് ഊടുവഴികളുണ്ട്, അതിലൂടെ കടന്നു പോകാം. പക്ഷെ ഭാരമേറിയ വാഹനങ്ങൾ, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കിടക്കാൻ യാതൊരു വഴിയുമില്ല. അവർ ഇവിടെ ഇത്തരത്തിൽ 4 5 ദിവസം ആയി ഇവിടെ ഇപ്പോൾ തങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 4 ദിവസം വേണ്ടിവരും ഈ ഗതാഗതം പൂർണ്ണമായും ഏതായാലും നിലവിലെ സുഗമമാക്കാൻ. മാത്രമല്ല, ഈ അർജുന്റെ കുടുംബം, ഇതിൽപ്പെട്ട 2 പേർ ഇപ്പോൾ ഈ മുകളിലുണ്ട്, ഈ അപകടം നടന്ന സ്ഥലത്തുണ്ട്. മറ്റെല്ലാവരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ദൃശ്യം നമുക്ക് നൽകാൻ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനം. ഒപ്പം ഈ റഡാർ ഉപയോഗിച്ച്, സിഗ്നൽ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു വസ്തു കണ്ടെത്തിയ സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള ഇത്തരത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഉള്ളത്. മറ്റെല്ലാ ഇടങ്ങളിലുള്ള പ്രവൃത്തി മാറ്റിവെച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ ഏകോപിപ്പിക്കാൻ DYSPമാർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട്. അവരും ഈ സ്ഥലത്തുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. നമ്മൾ അവരോട് വിശദമായി ചോദിച്ചിരുന്നു. എന്തായാലും നല്ലൊരു വാർത്ത ഉടൻ ലഭിക്കുമെന്നാണ് അവരും പങ്കുവെച്ചത്. എന്തായാലും ജീവനോടെ നമ്മൾ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, നമ്മളും കാത്തിരിക്കുന്നത്. എൽദോ, റൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, KV ബൈജു അവിടെ ആ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തേക്ക് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം അവിടുത്തെ ഒരു സുരക്ഷ അത് മുൻനിർത്തിക്കൊണ്ടാണ് ആ മാറ്റി നിർത്തൽ എന്നുള്ളതാണ്. എന്നാൽ ആദ്യം മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ സംഘങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന MLA അദ്ദേഹം ഇടപെട്ടാണ് അവിടെ നേരിട്ടെത്തി ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബൈജു, എത്രത്തോളം ഭീതിതമാണ് ആ സാഹചര്യം? നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കുന്നിടിഞ്ഞ് വീണ് ദേശീയപാതയിലേക്ക് വീണാൽ അത് അനായാസം മാറ്റിക്കൂടെ എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിയത്. പക്ഷേ അതിനുമപ്പുറം ഉള്ള കാഴ്ചയാണ് ബൈജു അവിടെ നിന്ന് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എൽദോ, ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നതിനും അപ്പുറം ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെ താഴെ ഇറങ്ങിയാൽ ഉണ്ടാകുന്നത്. കാരണം റോഡിൽ കാലിന്റെ അരഭാഗത്തോളം ചെളിയാണ്. മാത്രമല്ല, വലിയ കൂറ്റൻ കല്ലുകൾ, പാറക്കഷ്ണങ്ങൾ മുകളിൽ നിന്നും വീണിരിക്കുന്നു. വലിയ ടവറൊക്കെ തകർന്ന് താഴേക്ക് വീണിരിക്കുന്നു. അതായത് വലിയ വൈദ്യുതി ലൈനാണ്, അതൊക്കെ തകർന്ന് താഴേക്ക് വീണിരിക്കുന്നു. മാത്രമല്ല, കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ കുന്നിടിച്ചിലുണ്ടായത്. ഒരു ഇടത്ത് കുന്നിടിച്ചിലുണ്ടായി ആ റോഡിലേക്ക് പതിക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ
പക്ഷേ അത് പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എവിടെയാണ് ഇതിനെ തുടങ്ങുന്നത്, എവിടെയാണ് ഇത് അവസാനിക്കേണ്ടത് എന്ന രീതിയിൽ അത്രത്തോളം ഭീകരമായ രീതിയിലാണ് കുന്നിടിച്ചിലുണ്ടായത്. ആ പുഴയുടെ ഒരു അവസ്ഥ തന്നെ കാണണം. പുഴയുടെ ഒരു പകുതി പൂർണ്ണമായി നികത്തിയ ഒരു അവസ്ഥയിലാണ്. മണ്ണ് അതിലേക്ക് പതിച്ച് അത്തരത്തിൽ പുഴ നികത്തിയ ഒരു അവസ്ഥയാണ്. ഏതായാലും ഈ അപകടം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ ആൾ സഞ്ചാരമോ അല്ലെങ്കിൽ വാഹനമോ അവിടെ ഇല്ലാത്തതാണ് ഈ ദുരന്തത്തിന്റെ ഏതായാലും ഇത് കുറച്ചത്. കാരണം ഇപ്പോൾ തന്നെ 8-10 മരണമുണ്ട് എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായി 7 മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ, ലോറി ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്. ഏകദേശം 1 കിലോമീറ്ററിനകത്ത് പല ഇടങ്ങളിലായി ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വളരെ ഉയരത്തിൽ നിന്നാണ് മല ഒന്നാകെ താഴേക്ക് പതിച്ചത്. ഈ ലോറി പോലും കാണാത്ത രീതിയിൽ അത്തരത്തിൽ ആ സ്ഥലമേ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ആണ് ഉള്ളതെന്നാണ് അടുത്ത പ്രദേശവാസികൾ തന്നെ പറയുന്നത്. എന്തായാലും ആ മണ്ണൊക്കെ നീക്കം ചെയ്ത് ഈ റോഡ് ഗതാഗതം യോഗ്യമാണെങ്കിൽ ആഴ്ചകൾ എടുക്കേണ്ടി വരും. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഉണ്ടായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായാലും ഒരു പക്ഷേ നേരത്തെ തന്നെ നമുക്ക് അർജുന്റെ ലോറിയും ഉൾപ്പെടെ എവിടെ ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തി പുറത്ത് എടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അവിടെ നിന്ന് പലരും, അത് നാട്ടുകാർ ഉൾപ്പെടെ അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. കാരണം ഇന്നലെയൊക്കെ മന്ദഗതിയിലായിരുന്നു. 3 JCB ഉപയോഗിച്ച് ഈ കാണുന്ന ഇത്രയും വലിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. ഏതായാലും ഇന്ന് ആ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. ഒരു ദുരന്തമുണ്ടായാൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്നതിന്റെ ഏറ്റവും തെളിവാണ് ഇന്ന് ഉണ്ടായത്. ജില്ലാ കലക്ടർ നേരിട്ട് ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഇത്തരത്തിൽ ഏകോപനം നടത്തി. അതുപോലെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ഇപ്പോഴും ആ സ്ഥലത്തുണ്ട്. എല്ലാ വിഭാഗത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അത്തരത്തിൽ നേതൃത്വം നൽകി അവർ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടത്തിയത്. ഈ രക്ഷാപ്രവർത്തന രീതി ആയിരുന്നില്ല ഇന്നലെ രാത്രി 9 മണിക്ക് തിരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്ന വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ അർജുൻ ആ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനത്തിനകത്ത് തന്നെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പങ്കുവച്ചത്. ഏതായാലും അതിനായുള്ള കാത്തിരിപ്പാണ് ഉള്ളത്. ഏതായാലും ഇന്ന് ഇതേ സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ കാര്യങ്ങൾ എളുപ്പമാവും. അർജുന് മാത്രമല്ല, ഇതിൽ വേറെ നാട്ടുകാർ ആശങ്കപ്പെടുന്ന 2-3 പേര് ഇതിലെ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുള്ള ശ്രമം തുടരണം. കൃത്യമായ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ന് ഉണ്ടായ ആ ഒരു രീതി മാറ്റാൻ പാടുള്ളൂ. അത്തരത്തിൽ തീർച്ചയായും ഊർജിതമായ തെരച്ചിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവിടുന്ന് ആവശ്യമുയരുന്നത്. നമ്മൾ കണ്ട ദൃശ്യം വളരെ ഭീകരമായിരുന്നു, ഞെട്ടിക്കുന്ന ദൃശ്യമായിരുന്നു. നമുക്ക് ആ അപകടത്തിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാം. അത്ര കൂടുതൽ ദൃശ്യങ്ങളും നമ്മൾ ഇന്ന് പകർത്തിയിട്ടുള്ളത് പ്രേക്ഷകർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ വളരെ അപകടകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. അത്ര വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ. നിസാരമായി മണ്ണ് നീക്കം ചെയ്ത് അത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ലോറി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രമേ ഈ ലോറിയൊക്കെ അകപ്പെട്ടാൽ ഇവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായത്. അല്ലാതെ JCB ഉപയോഗിച്ച് മുകൾ മണ്ണ് മാറ്റിയാൽ മാത്രം ഒരാഴ്ച എടുത്താൽ പോലും ആ ലോറി കണ്ടെത്താൻ കഴിയില്ല. അത്രയും കിലോമീറ്റർ നീളത്തിലാണ് മണ്ണിടിഞ്ഞ് താഴെ വീണിരിക്കുന്നത്. എവിടെയാണ് ഈ ലോറി ഉള്ളതെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. റഡാർ സിഗ്നൽ കൃത്യമായി ലഭിച്ചിരിക്കുന്നു. ഇനി അർജുന്റെ ലോറി തന്നെയാണോ ഇതെല്ലാം മറ്റു വാഹനമാണോ എന്ന കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരുന്നത്. അതിന് ഇപ്പോൾ ആ പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. 4 JCB ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ മണ്ണ് മാറ്റുകയാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. റൈറ്റ്. ഇപ്പോൾ ബൈജു സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനമാണ്. ആ റഡാറിൽ അതിലൊരു വാഹനം ആ മണ്ണിനടിയിൽ അത് പ്രകടമായി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അപ്പോഴും അത് അർജുൻ്റെ വാഹനമാണോ എന്നുള്ളത് കൂടി നമ്മൾക്ക് കാത്തിരുന്ന് അറിയേണ്ടതുണ്ട്. അത് ലോറിയാണോ എന്നുള്ളതൊക്കെ അറിയേണ്ട സാഹചര്യമുണ്ട്. എന്നാലും അവിടെ ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വാർത്തയാണ് ബൈജു ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ബൈജു ആണ് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഞാൻ KV ബൈജുവിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് മറ്റു ചില പ്രതികരണങ്ങൾ കൂടിയായി. തെരച്ചിൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും സംഭവസ്ഥലത്തുള്ള അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞു. അർജുനെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ ന്യൂസ് 18 പറഞ്ഞു. ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിൻ്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോട് തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവൻ്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. ശ്രമിക്കുന്നുണ്ടാവും, എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ
അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആൾ പറഞ്ഞത് കൊണ്ടോ ഇന്നാൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഞാനുണ്ട്, അർജുൻ്റെ അനിയനുണ്ട്, അർജുൻ്റെ ഒരു കസിനും ഉണ്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുൻ്റെ കുടുംബം അത് ആവർത്തിച്ചു. നിർണായകമായിട്ടുള്ള ആദ്യ 48 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസമാണ് സംഭവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നുവെങ്കിലും രാത്രിയോടെ തെരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അർജുൻ്റെ സഹോദരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആണ് വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ അങ്ങനെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുനെ. ഉറപ്പായും അർജുൻ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് ആ കുടുംബം ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി. അർജുനെ വടക്കാലമായി അറിയാവുന്ന ലോറി ഉടമ മനാഫിനും ആ പ്രതീക്ഷയാണുള്ളത്. ദുരന്തത്തെ അർജുൻ അതിജീവിക്കുമെന്നാണ് മനാഫ് ന്യൂസ് 18നോട് പറഞ്ഞത്. ക്യാബിൻ തകർന്നില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ലോറിയുടെ ഉടമ മനാഫാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഏതായാലും മനാഫ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ഇതാക്കി എടുക്കാൻ പറ്റും. എത്രത്തോളം മണ്ണ് മാറ്റാനുണ്ട്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മണ്ണ് മാറ്റാനുള്ള അധികം മണ്ണൊന്നുമില്ല. ഏത് GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണെങ്കിൽ അധികം മണ്ണില്ല. നമ്മളെ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മണ്ണില്ല. പക്ഷെ കുറച്ച് ഉള്ളോട്ടേക്കാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വേറെയും 10 ആളോളം ഇഞ്ഞും അതിൻ്റെ ഉള്ളിലുണ്ട്, 10-ൽ കൂടുതൽ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലോക്കൽ ഒരാൾ വന്നിട്ട് കുറച്ച് കളക്ടറായിട്ടൊക്കെ ചൂടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ചായപ്പീടിയുണ്ട്, ആ പീടിയൻ്റെ മേലേക്കാണ് ഈ ഭാഗത്തുള്ള മണ്ണ് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലെ ആളുകൾ ഉണ്ടെന്ന് അന്ന് മുതലേ പറയുന്നുണ്ട്. അതിനെ പിന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും വേറെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട്. എത്രത്തോളം കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട്? ഇല്ല, ഇതിപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ 5 ദിവസം സ്റ്റാർട്ട് ചെയ്യണം. 5ാമത്തെ ദിവസം സ്റ്റാർട്ടായി. ഇത് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അതിൻ്റെ കമ്പനീൻ്റെ ആളുകൾ പറയണ്. ആ പ്രതീക്ഷയും പിന്നെ അതേമാതിരി അതിലിപ്പോൾ എല്ലാ സാധനവും വണ്ടിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളമുണ്ട്, ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വണ്ടിൻ്റെ ക്യാബിൻ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കമ്പനി പറയുന്നത്. വലിയ കല്ലൊന്നും വന്ന് അടിച്ചാലേ ആ ക്യാബിൻ ഉടയുള്ളൂ എന്നും പറയുന്നത്. വലിയ ക്യാബിനൊന്നും പരിക്കില്ലെങ്കിൽ ചാൻസ് ഉണ്ട്, നമ്മളിപ്പോഴും ചാൻസ് ഉണ്ട്. ഇന്നലെ വരെ മൊബൈൽ റിങ് ചെയ്തിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട്. എന്തായാലും ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ഒപ്പം ഇതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഊർജിതമായ തെരച്ചിൽ വേണമെന്ന ആവശ്യം തന്നെയാണ്. KV ബൈജു ആണ് മനാഫിൻ്റെ പ്രതികരണം അവിടെ നിന്ന് ആ സംഭവ സ്ഥലത്ത് നിന്ന് തേടിയത്. മനാഫ് പറഞ്ഞതുപോലെ അതിനുള്ളിൽ കുറച്ച് ഭക്ഷണം, വെള്ളമൊക്കെ ഉണ്ട്. അത് ഗുണം ചെയ്യും. ആ പ്രതീക്ഷ നിലനിർത്താം എന്നുള്ളതാണ് മനാഫിൻ്റെ വാക്ക്. മാത്രമല്ല കമ്പനി, ലോറിയുടെ കമ്പനി പറയുന്നത് പോലെ അത് വലിയ തോതിൽ കല്ല് ഒക്കെ ഉണ്ടായാൽ പതിച്ചാൽ മാത്രമേ അങ്ങനെ തകരുക എന്നുള്ളൊരു ഘട്ടത്തിലേക്കൊക്കെ ക്യാബിൻ പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി. സന്തോഷം നൽകുന്നൊരു വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു ഷിരൂരിൽ നിന്ന്. ഇനി മറ്റ് ചില ലോറി ഡ്രൈവർമാരും സ്ഥിരമായ ആ വഴിയിൽ പോകുന്നവരാണ് ഇവരെല്ലാവരും തന്നെ.
യാത്ര അന്ന് വൈകിയത് കൊണ്ട് മാത്രമാണ് ഷിരൂർ അങ്കോലയിലെ മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ട്രക്ക് ഡ്രൈവർ ഹംസ. സ്ഥിരമായി വിശ്രമിക്കാറുള്ള പ്രദേശമാണ് ഷിരൂർ. പുതിയ പാത വന്നതിന് ശേഷം പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടെന്നും ഹംസ പ്രതികരിച്ചു. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വെളുപ്പിന് 3 മണിക്ക് നേരത്ത് വെള്ളമെടുത്ത് ബാക്കിയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം 1 മണിക്കൂർ താമസിച്ച് ഇല്ലെങ്കിൽ ഞങ്ങളും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടത്തില്ല. പോലീസുകാർ പിന്നെ വണ്ടി തിരിച്ച് വിട്ട് പിന്നെ മല വഴിയൊക്കെ കറങ്ങിപ്പോകണം. അത് കാരണം 5 ദിവസം കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. ഈ വഴി സ്ഥിരം വരുന്നു. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെയാണ് കൂടുതലും മണ്ണിടിച്ചിൽ. ഇവിടെ ഇടിയും എല്ലാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇടിയും. പിന്നെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്തു തരാറില്ല. അതേപോലെ അവരിപ്പോൾ അവിടെ ചെന്നു വണ്ടി തിരിച്ചു ഇവിടെ കൊണ്ടുവിട്ടു. അവരവരുടെ ഇതിന് പോകും. അപകടം നടന്ന് 7 പേർ മരിച്ചു. വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പോകാനോ അല്ല മറ്റുള്ള ഇതെല്ലാം അവരുണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി എത്തിയ ഈ സംഭവം നടക്കുന്നത് 8:45. ആ സമയത്ത് നമ്മൾ എത്തണ്ട. ഇവിടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി ഓരോരുത്തടുത്ത് താന്നും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഒരുപാട് വണ്ടികൾ സഞ്ചരിക്കുന്ന വഴിയാണ്. അവിടെ സ്ഥിരമായിട്ട് വിശ്രമിക്കുന്ന ഒരു ഇടം കൂടിയാണ് എന്നാണ് ഹംസയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് എത്രയേറെ പേർ ഇതുപോലെയുള്ള കാലതാമസം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയും. ഇതിനിടെ ഈ കുടുംബത്തെ, അർജുൻ്റെ കുടുംബത്തിൽ എത്തി അവിടെ മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിച്ചിരുന്നു. ആ വീട്ടിലെത്തിയിരുന്നു. അവരെ ആശ്വസിപ്പിച്ചു. സർക്കാർ വേണ്ടത് ചെയ്യുന്നു, ഇടപെടുന്നു എന്നുള്ളത് കുടുംബത്തെ അറിയിക്കാനായിട്ട് AK ശശീന്ദ്രൻ അർജുൻ്റെ വീട്ടിലെത്തിയിരുന്നു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത്, മറുവശത്ത് നദിയുമാണുള്ളത്. അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. എന്നാലും കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും DGPയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൗത്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ ആരോപണമാണ് നേരത്തെ മുതൽ ഉയർന്നത്. അതായത് ഈ വേണ്ടതുപോലെ ഇടപെട്ടില്ല, ഈ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസമുണ്ടാക്കി. ആദ്യ 48 മണിക്കൂർ നിർണായകമായിരുന്നു, പക്ഷേ അവിടെ അലംഭാവമുണ്ടായി എന്നുള്ളത് കർണാടകയ്ക്കെതിരെ ഉയർന്ന വലിയ ആരോപണമാണ്. ആ കുടുംബം, അർജുൻ്റെ കുടുംബം അത് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു, അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കർണാടക ഷിരൂരിലെ തെരച്ചിലിൽ കർണാടക സർക്കാരിന് പറ്റിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രതികരണം. കർണാടക മുഖ്യമന്ത്രിയുമായി ഉപമുഖ്യമന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അത്യന്തം പ്രതികൂല കാലാവസ്ഥയാണ് തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും VD സതീശൻ പറഞ്ഞു. ഇനി ആ ഷിരൂർ മേഖല, അങ്കോലയിലെ ആ മേഖലയിലെ ആ യാത്ര, അത് പുതിയൊരു പാതയാണ്, ദേശീയപാതയാണ്. അവിടെ സ്ഥിരമായിട്ട് ഇതുപോലെ ഒരുപാട് വലിയ ലോറികൾ, ട്രക്കുകളൊക്കെ നീങ്ങുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഹംസ സൂചിപ്പിച്ച പോലെ, ട്രക്ക് ഡ്രൈവറായിട്ടുള്ള ഹംസ പറഞ്ഞല്ലോ, ഈ നിരന്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പലയിടങ്ങളിലും. ഈ പുതിയ പാത നിർമ്മാണത്തിന് ശേഷം മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ സങ്കീർണമായിട്ടുള്ള ആ വഴി, അവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം, അതേപ്പറ്റി എങ്ങനെ സംഭവിച്ചു ഈ അപകടമെന്ന് സുവി വിശ്വനാഥൻ വിവരിക്കും. സുവി, എങ്ങനെയാണ് കരുതേണ്ടത് ഈ ഒരു അപകടം? അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അനുമാനിക്കുന്നത്? എൽദോ,
ഈ ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച അർജുനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇത് 5ാം ദിവസമാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഈ കാണുന്നതാണ് ദേശീയപാത. അതിൻ്റെ ഒരു വശത്ത് മുഴുവൻ മലകളാണ് അല്ലെങ്കിൽ കുന്നുകളാണ്, മറുവശത്താണ് ഗംഗാവലി നദി. ആ ഗംഗാവലി നദിയിൽ കനത്ത മഴയിൽ കുത്തി ഒഴുകി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ആഘാതം ഈ ഗംഗാവലി നദിയിലും ഉണ്ടായിരുന്നതായാണ് പരിസരവാസികൾ പറയുന്നത്. ഈ GPS സ്പോട്ട് കാണിച്ചിരുന്ന ഇടത്താണ് ഈ ലോറി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗംഗാവലി നദിയിലേക്ക് രാവിലെ, അതായത് ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഈ ഗംഗാവലി നദിയിലേക്ക് ഈ അപകടം ഉണ്ടാകുന്ന സമയം ഇവിടെ ഒരു കാറും അതുപോലെ നിരവധി ട്രക്കുകളും ഉണ്ടായിരുന്നു എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഈ സംഭവം ഉണ്ടായതോടുകൂടി കുറേ ട്രക്കുകളും കാറുകളും ഈ ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. അത് പറയാൻ കാരണം ആ ദിവസങ്ങളിൽ കണ്ടെടുത്ത മൃതദേഹങ്ങൾ എല്ലാം തന്നെ ഈ സംഭവം നടന്ന 6 കിലോമീറ്റർ ദൂരത്താണ് ഇത് കണ്ടെടുക്കാൻ സാധിച്ചത്. ഇത് മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ ആണ്, പൂനെ ഭാഗത്തേക്ക്. ഈ അർജുൻ്റെ ട്രക്ക് എന്ന് പറയുന്നത് തടി കയറ്റിക്കൊണ്ട് പൂനെ ഭാഗത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. ഒപ്പം തന്നെ ഈ പറയേണ്ട ഒരു സ്ഥലം ഷിരൂർ എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ മേഖലയാണ്. അവിടെ ഈ ഒരു ലോറി താവളം പോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പ്രദേശം. അവിടെ ഒരു വീടും അതിനോട് ചേർന്ന് ഒരു ചായക്കടയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ട്രക്കുകൾ വിശ്രമിക്കുന്നതും ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ട്രക്ക് എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു മല ഇടിഞ്ഞു പോകുന്നതും ദുരന്തം ഉണ്ടാകുന്നതും. നിരന്തരം ഈ മേഖലയിൽ, അതായത് ഈ ദേശീയപാതാ നിർമ്മാണത്തിനിടയിൽ തന്നെ നിരന്തരം ഈ മേഖലയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും രക്ഷാപ്രവർത്തനം വൈകുന്നതും. 5 ദിവസമായി ഇവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുന്നത്. ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ടീ ഷോപ്പും അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഒലിച്ചു പോയി എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ ട്രക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം 2 ഗ്യാസ് ടാങ്കറുകൾ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് ടാങ്കറുകളും ഈ ഗംഗാവലി നദിയിലൂടെ ഒഴുകി പോകുന്നതാണ് കണ്ടത്. അതിനെ തുടർന്ന് ഈ പ്രദേശത്ത്, ഈ ഷിരൂർ മേഖലയുടെ പ്രദേശത്ത് 1500ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത്. കാരണം അവിടെ ആ ട്രക്കുകൾ, അത് ഗ്യാസ് ടാങ്കറുകളായിരുന്നു, അത് ലീക്കായി ഏതെങ്കിലും തരത്തിൽ വാതകം പുറത്തു വന്നാൽ ഉണ്ടാകുന്ന അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതാണ് ആ ഒരു മല ഇടിഞ്ഞ പ്രദേശം. ഇടയ്ക്കിടയ്ക്ക്, അതായത് ഈ രക്ഷാപ്രവർത്തനം വൈകിക്കാൻ കാരണം, പ്രധാനമായ കാരണം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. ഒപ്പം തന്നെ ഈ കുന്നിൻ്റെ ചെരുവുകൾ ഇടയ്ക്കിടയ്ക്ക് പൊടിഞ്ഞു വീഴുന്നുണ്ട് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഈ ദേശീയപാത നിർമ്മാണം വഴി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് സമീപവാസികൾ എല്ലാം തന്നെ പറയുന്നത്. ശരി സുവി, എന്നാലും ആ പ്രദേശത്തിൻ്റെ ഒരു സാഹചര്യം, ആ പാതയുടെ ഒരു ഭൂപ്രകൃതി, ഇതെല്ലാം വിവരിക്കുകയായിരുന്നു. ആ മണ്ണിടിച്ചിൽ അത് എത്രത്തോളം ആ പുഴയിലേക്ക് വാഹനങ്ങളെ തള്ളിയിട്ടു, എത്രമാത്രം ഉയരത്തിലാണ് ആ മണ്ണിടിച്ചിലുണ്ടായത്, ഇതൊക്കെയാണ് സുവി പരിശോധിച്ചത്. ആ പ്രദേശത്തെ ഒരു ഭൂപ്രകൃതിയാണ് സുവി വ്യക്തമാക്കിയത്. ഇതെന്നാലും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും രക്ഷാദൗത്യം തുടരുന്നു. വരും സമയങ്ങളിലും മണിക്കൂറുകളിലും നമുക്ക് അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. KV ബൈജു അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് ഓരോ വിവരങ്ങൾ ന്യൂസ് 18 പങ്കുവയ്ക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നിപ വൈറസ് ബാധ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ജാഗ്രതയിലാണ്. മലപ്പുറം പാണ്ടിക്കാട് 14കാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. കൊച്ചിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം, അതായത് നിപ പരിശോധനാ ഫലം, അത് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യ വകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മലപ്പുറത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കും. നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചു. ഈ കുട്ടിക്ക് നിപ്പയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സാമ്പിൾ റിസൾട്ട് വരുന്നതോടുകൂടിയേ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിതിന് പ്രിക്കോഷൻസ് നടപടികൾ, കോൺടാക്ട് ട്രേസിംഗും മറ്റ് നടപടികൾ സ്വീകരിച്ചു വരുന്നു.
വൈകുന്നേരം പ്രോപ്പറായിട്ടുള്ളൊരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടാകും. വ്യക്തമായ വിവരങ്ങൾ വൈകുന്നേരത്തോടുകൂടി മീഡിയയെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻകഫലൈറ്റിസ് ആയിട്ട് ഒരു കുട്ടിയെ സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട്. H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷയമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. പിന്നെ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചുവെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദും പ്രതികരിച്ചു. VV അരുൺ ഒപ്പം CV അനുമോദ് എന്നിവർ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. വീണ്ടും ഞാൻ ആദ്യം അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, നിലവിൽ അത് സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു ആശങ്കയുടെ എലമെന്റ് അവിടെ നിലനിൽക്കുന്നു. വീണ്ടും ഒരു നിപ ആശങ്ക. കാരണം രോഗലക്ഷണങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതാണ് വിദഗ്ധരുടെ പ്രതികരണങ്ങൾ. ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അനുമോദ് ഇപ്പോൾ? എൽദോ, കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഈ കുട്ടി 15-ാം തീയതി മുതൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ന് തന്നെ കടുത്ത പനിയും അതുപോലെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടും എല്ലാം അനുഭവപ്പെട്ടതിനാണ് കുട്ടിയെ ആശുപത്രിയിൽ വെച്ചത്. കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. ഇടയ്ക്ക് ഫിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. പക്ഷേ 5 ദിവസം കഴിഞ്ഞ് വിവിധ പരിശോധനകൾ നടത്തിയിട്ടും കൃത്യമായൊരു ഫലം ലഭിക്കുകയോ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കുട്ടി ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് കോഴിക്കോട് നിന്നും അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടിയുടെ പരിശോധനാ ഫലങ്ങളിൽ ഒന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി നടത്തിയ ഒരു പരിശോധനയിലാണ് ആ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് ആരോഗ്യവകുപ്പും സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഈ നിപ്പയ്ക്കും ചെള്ളുപനിക്കും ലക്ഷണങ്ങൾ ഒരുപോലെ തന്നെ ആകാം. ഒരുപക്ഷെ ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ നിപ്പ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. അതിൻ്റെ വ്യക്തമായ ഒരു ഫലം വരേണ്ടതുണ്ട്. അതിനുശേഷമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ ഒരു നിപ്പയുടെ ഫലം വരുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ ഊർജിതമാക്കിയിട്ടുണ്ട്. ആ കുട്ടി താമസിക്കുന്ന ഇടം, പഠിച്ചിരുന്ന സ്കൂൾ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ സമ്പർക്ക പട്ടിക, കുട്ടിയെ പോയിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ട്രേസ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. DMOയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ പഞ്ചായത്ത് അംഗങ്ങളും മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുമൊക്കെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ ഇന്ന് ചേരാൻ നിന്നിരുന്ന ക്ലസ്റ്റർ യോഗവും അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ യോഗവും ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ വരുന്നു എന്ന് സാധ്യതയുള്ള എല്ലാവരെയും നിരീക്ഷണത്തിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം ലക്ഷണമുള്ളവർക്ക് പരിശോധന നടത്തുക. ഈ നിലവിൽ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളടക്കമുള്ളവർ ക്വാറന്റൈനിലാണുള്ളത്. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറും ക്വാറന്റൈനിലാണുള്ളത്. അത്തരത്തിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം തന്നെ മലപ്പുറത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രോഗം സ്ഥിരീകരണം അന്ന് വൈകുന്നേരത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ സ്ഥിരീകരണങ്ങൾ, നടപടികൾ എന്നിവ വിശദീകരിക്കുമെന്നാണ് നേരത്തെ ജില്ലാ കളക്ടറും വ്യക്തമാക്കിയത്. എൽദോ, ഓക്കെ, അനുമോദം തുടരണം. VV അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഉന്നതതല യോഗം അത് വളരെ വിപുലമായി തന്നെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തൊക്കെ നടപടി സ്വീകരിക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ? സംസ്ഥാനം വീണ്ടും നിപ ഭീതിയിലാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്ഥിരീകരണം ഉണ്ടാകും. രോഗം നിപയാണോ അല്ലെങ്കിൽ മറ്റേ നേരത്തെ ചെള്ളുപനി അടക്കമുള്ള രോഗങ്ങൾ കുട്ടിക്ക് സ്ഥിരീകരിച്ചാണെന്ന കാര്യത്തിൽ വ്യക്ത വൈകിട്ടോടെ ഉണ്ടാകും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം വൈകിട്ട് ലഭ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിപയ്ക്ക് വേണ്ട നിപ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെല്ലാം തന്നെ ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട ഏകോപനത്തിനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഏകോപനം ഇതിലുണ്ടാകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് വൈകാതെ മലപ്പുറത്ത് നേരിട്ടെത്തി അവിടെ നിന്ന് ഇതിൻ്റെ ഏകോപന ചുമതല ഏറ്റെടുക്കും. ഏതായാലും നിപ ഭീതിയിൽ തന്നെയാണ് സംസ്ഥാനം. വീണ്ടും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നിപ, നേരത്തെ കോഴിക്കോട് വന്ന നിപ വീണ്ടും ഇപ്പോൾ മലപ്പുറത്ത് ആണ് സംശയിക്കുന്നത്. കൂടുതൽ പേർക്ക് രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിപ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോട്ടോകോൾ പാലിച്ചുള്ള മുൻകരുതൽ ജാഗ്രതാ നടപടികൾ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. എൽദോ.
ഓക്കെ, ആരോഗ്യവകുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ CB അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദി, ഈ മലപ്പുറത്തെ നിലവിലത്തെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടിക അറിയേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ, അത് ഒരുപാട് വിപുലമാണ് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ അവിടെ ഭരണകൂടത്തിന്? എൽദോ, ഇക്കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്, കുട്ടി വയനാട്ടിലേക്ക് ടൂറ് പോയിരുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ചെള്ളുപനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു കുട്ടിയെ ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും അത്തരത്തിലുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൂറിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുട്ടി സ്കൂളിലാണ്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അതിൻ്റെ വലിയ സമ്പർക്ക പട്ടിക വന്നേക്കാം. സ്കൂള് ഒരുപക്ഷെ സ്കൂളിലെ കുട്ടികളെ ഒരു സമ്പർക്ക പട്ടികയിൽ പെടുത്തിയേക്കാം. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പരിസരം, നമുക്ക് ഈ മേഖല ഗ്രാമീണ മേഖലയാണ്. കോഴിക്കോട് ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി കൃത്യമായി നിരീക്ഷിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു നടപടി ഉണ്ടാവുക. സമ്പർക്ക പട്ടിക ഉണ്ടാകും എന്നുള്ളത് സംശയം വേണ്ട. അത് കുട്ടി സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ വലിയ സമ്പർക്ക പട്ടിക തന്നെ ആയിരിക്കും നിപ്പ സ്ഥിരീകരിച്ചാൽ ഒരുപക്ഷെ തയ്യാറാക്കേണ്ടി വരിക. ഇത് മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികളാണിപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ താഴെത്തട്ട് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു യോഗമാണ് അവിടെ വിളിച്ചു ചേർത്തത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ, ഏത് ഘട്ടത്തിൽ ഏതെല്ലാം മേഖലകൾ തരംതിരിക്കേണ്ടതുണ്ട്, അവിടെ പ്രവേശന നിയന്ത്രണം നൽകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിൽ അത്തരത്തിലുള്ള അലർട്ട് നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമേ നിശ്ചയിക്കുകയുള്ളൂ. ശരി, എന്നാലും നിപ ജാഗ്രതയിലാണ് സംസ്ഥാനം. അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല, അതുകൊണ്ട് ആശങ്ക നിലവിൽ വേണ്ട. പക്ഷേ നമുക്ക് കരുതലോടുകൂടി നീങ്ങാം. വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധന ഫലം അത് ലഭ്യമാകുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. CB അനുമോദും ഒപ്പം VV അരുണുമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കൊടുവള്ളി സ്വദേശി KC ഷെരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലാണ് മരിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിച്ചുവെങ്കിലും ഭേദമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എളയറ്റിൽ JMUP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോട് വടകരയിൽ 23 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ രോഗബാധയുണ്ടായത്. കുട്ടികൾ ഭക്ഷണം കഴിച്ച കടകളിലും സ്കൂളിലെ കിണറ്റിലെ വെള്ളവും പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. എന്നാൽ സ്കൂൾ കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്ത് മഴ അത് കുറഞ്ഞുവെങ്കിൽ പോലും മഴക്കെടുതിയിൽ 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാലക്കാട് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് മരിച്ചത്. അട്ടപ്പാടിയിൽ നിന്ന് 4 ദിവസം മുൻപ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. പോലീസുകാരനായ മുരുകൻ, സുഹൃത്ത് കൃഷ്ണൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വരകാർ പുഴ മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത്. കണ്ണൂർ മാതമംഗലം പെരുവാമ്പ പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. പെരുവാമ്പയിലെ കോടൂർ മാധവിയാണ് ഇങ്ങനെ മരിച്ചത്. ഇന്ന് രാവിലെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. എവിടെയും റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഇല്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കക്കയത്താണ്. 984 മില്ലിമീറ്റർ മഴ കക്കയത്ത് ലഭിച്ചു. നീറ്റ് UG പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. നഗരം, പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചുള്ള മാർക്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പരീക്ഷാ പേപ്പർ ചോർന്നതിന്റെ വ്യാപ്തി അറിയാൻ ഈ രീതിയിൽ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. മാർക്ക് ലിസ്റ്റുകൾ NTA വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് സാങ്കേതിക തകരാറിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം. രാജ്യമൊട്ടാകെയുള്ള വ്യോമ ഗതാഗത പ്രതിസന്ധി പരിഹരിച്ചതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുമുള്ള ചില വിമാനങ്ങൾ തടസ്സപ്പെട്ടു. എന്നാൽ അവിടെ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് വിവരം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 9 വിമാനങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് 2 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്.
കുവൈറ്റിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. അബാസിയിലെ ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ തലവടി നീരേറ്റുപുറം സ്വദേശി മാത്യൂസ്, ഭാര്യ ലിനി എബ്രഹാം, മക്കളായിട്ടുള്ള ഐറിൻ, ഐസക് എന്നിവരാണ് മരിച്ചത്. അവധിക്ക് ശേഷം നാട്ടിൽ നിന്നും ഇന്നലെയാണ് ഇവർ കുവൈറ്റിൽ തിരിച്ചെത്തിയത്. ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കൾ. കുവൈറ്റ് അബ്ബാസിയ സേഫ് പാർപ്പിട സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ആലപ്പുഴ തലവടി സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടത്. മുളയ്ക്കൽ വീട്ടിൽ റോയിറ്റേഴ്സ് ജീവനക്കാരനായ മാത്യുവും ഒപ്പം തന്നെ നേഴ്സായ ലിനി, കുട്ടികളായ 2 കുട്ടികൾ എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ ഐറിൻ, ഒപ്പം തന്നെ ഐസക് എന്ന 14 വയസ്സുകാരനും 11 വയസ്സുകാരനുമാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ ദിവസം ആലപ്പുഴ തലവടിയിൽ തന്നെ എത്തി 1 മാസക്കാലമായി അവധി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട തലവടിയിൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഈ കുടുംബം കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളത്. അവിടെ മാത്യു റോയിറ്റേഴ്സിൽ ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ്. ലിനി അവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ്. കുട്ടികളുടെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടാണ് അവർ മടങ്ങിപ്പോയിട്ടുള്ളത്. അവിടെ എത്തി, അതായത് ഈ അവധിക്ക് ശേഷം പോയി 1 ദിവസത്തിന് ശേഷമാണ് ഈ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ച് എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP വിദേശകാര്യ മന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള കത്ത് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റ് എംബസിയുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ അറിയിക്കുന്നത് AC-യിൽ നിന്നുണ്ടായ അപകടമാണ് ഇത്തരത്തിലൊരു അഗ്നിബാധയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഞങ്ങൾ അറിയുന്നതനുസരിച്ച് അവിടെ വെച്ച് അവിടെ AC-ക്കുണ്ടായ എയർ കണ്ടീഷനുണ്ടായ എന്തോ പ്രോബ്ലം കൊണ്ട് പുക ശ്വസിച്ചാണ് ഈ ഒരു സങ്കടകരമായ അന്ത്യം സംഭവിച്ചതെന്നാണ് അറിയുന്ന വിവരം. ഇനിയിപ്പം എന്നത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ വിശദമായിട്ടുള്ള അറിവൊന്നും ലഭിച്ചിട്ടില്ല. അവിടുന്ന് കൊണ്ടുവരുന്നതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വളരെ കുടുംബത്തിന് വളരെ ദുഃഖവും വളരെ ആഴമായ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണിത്. ഇവരെ വ്യാഴാഴ്ചയാണ് തലവടിയിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനുശേഷം വെള്ളിയാഴ്ചയോട് കൂടിയാണ് കുവൈറ്റിലെത്തുന്നത്. അപ്പോൾ രാത്രി ഉണ്ടായ ഒരു തീപിടുത്തമാണ് എന്നുള്ളതാണ്. അതായത് യാത്ര ചെയ്ത് വിശ്രമിക്കുന്നതിനിടയിൽ വീട്ടിലെ മുറിയിൽ AC-യിൽ നിന്നുണ്ടായ അപകടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുക ശ്വസിച്ചാണ് എല്ലാവരുടെയും മരണം. അഗ്നിബാധയെ തുടർന്ന് മുറിയിലുണ്ടായിരുന്ന പുക ശ്വസിച്ചാണ് ഈ കുവൈറ്റിൽ ഇങ്ങനെ ഒരു മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കുവൈറ്റിലെ അഗ്നിബാധയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വീണ്ടും അതീവ ദുഃഖകരമായ സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ തീപിടുത്തത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മോഡലിങ്ങിൻ്റെ മറവിൽ നടക്കുന്ന ലഹരി വിൽപ്പനയെ പറ്റിയൊക്കെ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് മോഡലിങ്ങിൻ്റെ മറവിൽ പീഡനവുമുണ്ട് എന്നുള്ളതാണ്. മോഡലിംഗ് രംഗത്തെ ദുരനുഭവം വെളിപ്പെടുത്തി കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി ന്യൂസ് 18 മുന്നിലെത്തി. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് കമ്പനിയായിട്ടുള്ള തജാസ് കമ്പനിക്കെതിരെയാണ് ഗുരുതര ആരോപണം. തജാസിന്റെ CEO ബിലാലിൽ നിന്ന് ദുരനുഭവം നേരിട്ടുവെന്നും മോഡലിന്റെ വെളിപ്പെടുത്തലുണ്ട്. ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ശരീരത്ത് മോശമായി സ്പർശിക്കുന്ന സാഹചര്യം അത് പതിവാണ്. അശ്ലീല ഫോട്ടോകളും ഇതിന്റെ മറവിൽ പകർത്തുന്നുവെന്നും പെൺകുട്ടി ന്യൂസ് 18 പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്ത് തൊടുകയും അശ്ലീലമായി ഫോട്ടോ എടുക്കുകയും അതിനൊക്കെ ശ്രമിക്കുകയാണ് ബിലാൽ ചെയ്യുന്നത്. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. വീട്ടിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. കാരണം മോഡലിംഗ് എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. മോഡലിംഗ്, ഫിലിം ഫീൽഡൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇതിനെപ്പറ്റി വീട്ടിൽ പറഞ്ഞാൽ മോഡലിങ്ങിൽ ഇനി എന്നെ വിടില്ല എന്ന് വെച്ച് വീട്ടിലും എനിക്ക് പറയാൻ പറ്റിയില്ല. CPM-ന്റെ അടിത്തറയിൽ ചെറിയ ചോർച്ച സംഭവിച്ചുവെന്ന് MV ഗോവിന്ദൻ. അത് BJP-ക്ക് അനുകൂലമായി മാറി. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് മാത്രമല്ല, ഇപ്രാവശ്യത്തെ വോട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടി, അധികം കിട്ടി. ഇത് നമ്മൾ ഗൗരവപൂർവ്വം കാണണം എന്ന് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ BJP-യുടെ ജയം പൂർണ്ണമായ ചതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കോൺഗ്രസിന്റെ ചെലവിലാണ് BJP അക്കൗണ്ട് തുറന്നത്. നേമത്ത് നടന്നത് തന്നെയാണ് തൃശൂരിലും ഉണ്ടായത്. ഒല്ലൂർ പോലുള്ള ക്രൈസ്തവ മേഖലയിൽ ക്രിസ്ത്യൻ വോട്ട് BJP-ക്ക് അനുകൂലമായെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രത്യയശാസ്ത്രം മാറിയെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ലീഗിൻ്റേത് SDP-യുടെയും
ജമാഅത്തെ ഇസ്ലാമിയുടേതുമായി മാറുന്നു. അവരുടെ മുദ്രാവാക്യം ലീഗ് ഏറ്റെടുത്തു. തീവ്ര മത മൗലികവാദികളെ കൂട്ടുപിടിച്ച് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള അവസരവാദപരമായിട്ടുള്ള നിലപാട് ജനങ്ങൾ തിരിച്ചറിയണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒപ്പം തന്നെ SNDPക്കെതിരെയും വിമർശനം തുടരുന്ന സാഹചര്യമുണ്ടായി. BDJS BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ ആരോപണം. SNDP നേതൃത്വം അത് പ്രോത്സാഹിപ്പിച്ചു. SNDP BJPയിൽ കെട്ടാനാണ് ശ്രമം നടക്കുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് SNDPയെ പോകാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിനെ വിമർശിച്ച് മറിയാമ്മ ഉമ്മൻ സോളാർ വിവാദ സമയത്ത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പൊതുവേദിയിൽ പറഞ്ഞു. VD സതീശൻ, എം ഹസൻ, ശശി തരൂർ എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു ഈ വിമർശനം. സോളാർ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും പിണ്ടിയിട്ടില്ല. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുന്നു നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരും വന്നില്ല താനും. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഇന്ന് തെറ്റായി പോയി, അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിന് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും, ആരും കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ. ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു, അതുപോലെ എന്നെയും കാണുന്നു. ഒരുപാട് പേര് മുത്തം തരുന്നു, സ്നേഹിക്കുന്നു. അത് വലിയ ആ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പിൽ VD സതീശനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. CBI എൻക്വയറി ഇതിനകത്ത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത് അന്വേഷിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ ചെയ്യണം. മറിയാമ്മ ഉമ്മന്റെ പരിഭവത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പാർട്ടി ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടിയെയും ആരോപണവിധേയരെയും ഒരു തരത്തിലും മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല എന്നും തെറ്റായ ആരോപണമാണ് എന്നും പാർട്ടിക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. PC വിഷ്ണുനാഥ് മാത്രമാണ് പിന്നീട് കുടുംബത്തെ കാണാനെത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നും VD സതീശൻ പറഞ്ഞു. AKG സെന്റർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കലാപാഹ്വാന കേസിൽ K സുധാകരനും VD സതീശനും സമൻസ്. കേസിലെ സാക്ഷികളായ ഇരുവരും അടുത്ത മാസം 28-ന് ഹാജരാകണമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു. EP ജയരാജൻ, PK ശ്രീമതി എന്നിവർക്കെതിരെയാണ് പരാതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടതായി ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപയുടെ പാക്കേജും ആവശ്യപ്പെട്ടതായി ധനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കാമെന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ ഉറപ്പ് നൽകിയെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ടോവിനോ തോമസ് ചിത്രത്തിന്റെ നിർമ്മാതാവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ റിലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞു. ചിത്രത്തിന്റെ തിയേറ്റർ OTT സാറ്റലൈറ്റ് റിലീസുകൾക്കാണ് കോടതി വിലക്കേർപ്പെടുത്തിയത്. നിർമ്മാതാവ് സക്കറിയ തോമസിനെതിരെയാണ് പരാതി. എറണാകുളം സ്വദേശി ഡോക്ടർ വിനീതിൽ നിന്ന് 3,20,00,000 രൂപ വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു. വനിതാ പോലീസുകാർക്കുൾപ്പെടെ കർശന നിർദ്ദേശവുമായി കാഞ്ഞങ്ങാട് DYSP. വനിതാ പോലീസുകാർ സ്റ്റേഷനകത്ത് തന്നെയുള്ള ഡ്യൂട്ടികൾ മാത്രം ചെയ്യുന്നു. വനിതാ പോലീസുകാരെ തിരക്കേറിയ ജംഗ്ഷനിൽ ഡ്യൂട്ടിക്ക് നിർത്തണമെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണെന്നും കാഞ്ഞങ്ങാട് DYSP പറയുന്നു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. വള്ളത്തിലുണ്ടായിരുന്ന 2 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. എറണാകുളം അരൂർ എരമല്ലൂർ ദേശീയപാതയിൽ വാഹനാപകടം. ഗ്യാസ് സിലിണ്ടറുമായി പോയ ഓട്ടോറിക്ഷയും KSRTC സ്വിഫ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. KSRTC സ്വിഫ്റ്റ് ബസ് ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. കോട്ടയം രാമപുരത്ത് കന്യാസ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ 51-കാരിയായിട്ടുള്ള ആൻമരിയാണ് മരിച്ചത്. പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ മുറിയിലായിരുന്നു മൃതദേഹം. ഓർമ്മക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.
കാട്ടാക്കടയിൽ 45-കാരിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തതായി പ്രാഥമിക നിഗമനം. കാട്ടാക്കട കുരുതംകോട് പാലക്കലിൽ ഞാറവിള വീട്ടിൽ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് പോലീസ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ താമസക്കാരനായിട്ടുള്ള പ്രമോദ്, ഇയാളുടെ പെൺസുഹൃത്ത് റീജ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ മുറിയിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിലും പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മലപ്പുറം നിലമ്പൂർ ചീനിക്കുന്നിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. വനാതിർത്തിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സോളാർ വൈദ്യുത വേലിയിൽ തട്ടിയ നിലയിലാണ് കാട്ടാനയെ കണ്ടെത്തിയത്. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട് സേവാ സംഘവും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് വള്ളസദ്യ നടത്തുന്നത്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ. അഭീഷ്ടകാര്യസിദ്ധിക്കാണ് പ്രധാനമായും ഭക്തർ ആറന്മുള പാർത്ഥസാരഥിക്ക് വഴിപാടായി വള്ളസദ്യ സമർപ്പിക്കുന്നത്. 44 വിഭവങ്ങൾക്ക് പുറമെ ഭക്തർ പാട്ടുപാടി ചോദിക്കുന്ന 25 വിഭവങ്ങൾ കൂടി വഴിപാടുകാരൻ വിളമ്പി നൽകും. ദിവസവും 15 വള്ളസദ്യകളാണ് നടക്കുക. ക്ഷേത്രത്തിനകത്തും പുറത്തുമായാണ് വള്ളസദ്യ നടക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന വള്ളസദ്യയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ പറഞ്ഞു. ദിവസേന 15 വള്ളസദ്യകൾ വരെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും പള്ളിയോട സേവാസംഘവും സംയുക്തമായി ചേർന്നാണ് ഈ വള്ളസദ്യകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനായി പ്രത്യേകമായ ഒരു കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. 400ഓളം വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തും നിന്നുള്ള നിരവധി ഭക്തരാണ് വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘം ഭാരവാഹികളും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് വള്ളസദ്യ നടത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6750, പവന് 54,000. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5630, പവന് 45,040. വെള്ളി ഗ്രാമിന് 96 രൂപയും കിലോയ്ക്ക് 96,000 രൂപയും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രമുഖ ഡിജിറ്റൽ ബ്രാൻഡായ ഓക്സിജന്റെ പുതിയ ഷോറൂം ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജോബ് മൈക്കിൾ MLA ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഗ്രഹോപകരണങ്ങളുടെയും വൻ ശേഖരമാണ് പുതിയ ഷോറൂമിലുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളുള്ളതായി ഓക്സിജൻ CEO സിജോ കെ തോമസ് വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി SB കോളേജ് സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ പുതിയ ഷോറൂം. കൊല്ലം തില്ലേരിയിലെ ഒരു വീട്ടിൽ അടുത്തിടെ ചില അതിഥികളെത്തി. അപ്രതീക്ഷിതമായി എത്തിയ കൂട്ടരെ കണ്ട വീട്ടുകാർക്കും കൗതുകമായി. കാണാം അവരെ. ഈ റിപ്പോർട്ടോടുകൂടി പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തില്ലേരി സ്വദേശി ജോമോന്റെ വീടിന് മുകളിൽ നിന്ന് കാക്കക്കൂട്ടം നിർത്താതെ ബഹളം വെച്ചത് കേട്ടാണ് നോക്കുന്നത്. കണ്ടതോ കൗതുകമുള്ള കാഴ്ച. തവിട്ട് നിറത്തിലുള്ള ശരീരവും നീണ്ട ചാര നിറത്തിലുള്ള കൊക്കുകളും തടിച്ചുരുണ്ട ദേഹവുമായി ഒരു സുന്ദരി പക്ഷി. കൂടെ ചാരനിറത്തിൽ വെള്ളപ്പുള്ളികളുമായി 6 കുഞ്ഞുങ്ങളും. നിറയെ ചെടികളുള്ള ജോമോന്റെ വീട്ടിൽ മുൻപും കുരുവികളടക്കം കൂടുകൂട്ടിയിട്ടുണ്ട്. തെക്കു കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയായ ചൂളൻ എരണ്ടയാണിത്. ഇന്ത്യൻ വിസിലിംഗ് ഡക്ക് അല്ലെങ്കിൽ ലെസർ വിസിലിംഗ് ഡക്ക് എന്നും ഇവയെ വിളിക്കും. ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ചെടികൾ പടർത്തിയിട്ടുണ്ട്. കാറ്റ്സ് ക്ലോ ആണ് പടർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സൗണ്ട് കേട്ട് അതിൻ്റെ ആസ്പദമാക്കി ഞാൻ മേളിൽ കയറി നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം ഡക്ക്, അത് ചെറിയ സ്മോൾ സൈസാണ്. എൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് വീടിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്നു. അപ്പോൾ കാക്കയും പരന്തെല്ലാം വന്ന് പരിഭ്രാന്തി പരത്തിയതിന് പ്രതിമായിട്ട് അത് പായന്ന് അതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഏണിയെടുത്ത് വെച്ചു. അതിനെ ചെറിയ വല വെച്ച് പിടിക്കുകയും കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയും അത് ഇവിടുത്തെ വീട്ടിലെ പോണ്ടിൽ ഞാൻ എടുത്തിടുകയും ചെയ്തു. ഇന്നലെ ഈവനിങ് ഒരു 6 മണി വരെ അതിൻ്റെ തള്ളപ്പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് പോയത്.
എന്നിട്ട് മോർണിംഗ് വന്നു ജസ്റ്റ് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം അത് പറന്നുപോയി. കാട്ടുതാറാവ് വിഭാഗക്കാരാണ് ചൂളനെരണ്ടകൾ. അധികം എരണ്ടകളും ദേശാടനം ചെയ്തെത്തുന്നവരാണ്. 2-3 വിഭാഗത്തിൽപ്പെടുന്ന എരണ്ടകൾ മാത്രമാണ് രാജ്യത്ത് സ്ഥിര താമസക്കാരായുള്ളത്. അക്കൂട്ടത്തിലൊന്നു കൂടിയാണ് ചൂളനെരണ്ടകൾ. മുൻപ് കുവൈറ്റിലായിരുന്ന ജോമോൻ ഇപ്പോൾ നാട്ടിലും ലാൻഡ്സ്കേപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിറയെ ചെടികൾ വളർത്തുന്നുണ്ട്. അതിമനോഹരമായി വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് തന്നെയാകും ഈ പക്ഷികളെയും ആകർഷിച്ചത്. ഇടയ്ക്ക് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ജോമോനെയും കുടുംബത്തെയും ഏൽപ്പിച്ചിട്ടെന്ന പോലെ പറന്നുപോകും. കുഞ്ഞുങ്ങളാകട്ടെ ഇൻഡോർ പോണ്ടിൽ നീന്തി കളിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം.